ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടിയുള്ളതായിരിക്കുമല്ലോ. അപ്പം ഈ മോഡിഫിക്കേഷൻ ഇഷ്ടമായ ആൾക്കാരായിരിക്കുമല്ലോ കൂടുതലും. അപ്പം നിങ്ങളുടെ വണ്ടിയിൽ സ്പോയിലർ വെച്ചിട്ടുണ്ടോ? കുറച്ച് പേര് വെച്ചൊക്കെ കാണും, പുതിയത് വാങ്ങി കാണും. അപ്പം പുതിയത് മേടിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും, പുതിയത് വേറെ സ്പോയിലർ വാങ്ങി എത്ര അതിനങ്ങാണ്ട് 10,000 അങ്ങോട്ടാന്ന് തോന്നുന്നു എൻ്റെ അറിവിൽ കേട്ടോ. എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് അത്രയൊക്കെ വരും. അപ്പം ആ ഒരു സാധനം അത്രയും വില കൊടുത്ത് വാങ്ങണ്ട എന്നോർത്ത് ഒത്തിരി പേരുമാണ് വാങ്ങാഞ്ഞവർ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി ആരും പുതിയത് പോയി വാങ്ങി വെറുതെ പൈസ കളയണ്ട. ഒരു അടിപൊളി ഒരു സ്പോയിലർ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ്. നമ്മുടെ പുറകെ തന്നെ കാണാം, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കുമല്ലോ. പക്ക ഫിനിഷിംഗ് ആണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നിങ്ങളുടെ വീട്ടിൽ കാണുമല്ലോ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽ, അതുകൊണ്ട് വെച്ചാണ് ഞാനും ഉണ്ടാക്കിയത്. പിന്നെ ഫ്രണ്ട്സ്, ഈ സ്പോയിലർ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചാണ്, അതുകൊണ്ട് നിങ്ങളെ ഫുള്ള് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം വേണമെങ്കിൽ. അപ്പം നമ്മുടെ ഈ സാധനം എങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മറൈൻ ഫ്ലൈവുഡ് വെച്ചാണ് ഞാൻ ഈ ഒരു സ്പോയിലർ ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പം വെയിലും മഴയും കൊണ്ടു കഴിഞ്ഞാൽ ഫ്ലൈവുഡ് വെള്ളം, അത് ഏത് ഫ്ലൈവുഡ് ആണെങ്കിലും വെള്ളം, മറൈൻ ഫ്ലൈവുഡ് ആണെങ്കിലും വെയിലും മഴയും കൊണ്ടു കഴിയുമ്പോൾ വെള്ളം ഒരു ചെറുതായിട്ടെങ്കിലും വെള്ളം. അപ്പം ഇതിൻ്റെ അടിഭാഗത്ത് വെള്ളമായിരിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇരുമ്പ് പട്ട ഞാൻ അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. സംഭവം ഈ മഴയും വെയിലും കൊണ്ടു കഴിഞ്ഞാൽ വെള്ളമായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ഊരിയെടുത്തിട്ട് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്പോയിലർ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ലേറ്റ് ആയതുകൊണ്ട്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടായിരുന്നു, അത് നേരത്തെ ഇടേണ്ടതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി നന്നായിട്ട് മനസ്സിലായേനെ. കുഴപ്പമില്ല, ഞാനിപ്പോൾ കറക്റ്റ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവർക്കും വരയ്ക്കാനൊക്കെ അറിയാമെന്നായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഒരു ഫ്ലൈവുഡ് എടുക്കുക. ഫ്ലൈവുഡ് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പ് കണ്ടോ, ഇവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വെട്ടി വരുന്നുണ്ടോ, ഈ ഒരു ഷേപ്പിൽ ആദ്യം നമ്മൾ ഫ്ലൈവുഡിൽ വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. കട്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ചെരുവ് കണ്ടോ, ഈ ചെരുവ് വന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? കട്ട് ചെയ്തതിന് ശേഷം ഈ ജോയിൻ്റ് ഇവിടെ നിന്ന് ചെറിയ ചെരിച്ച് തന്നെ ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോഴേ ഈ സാധനം ഒട്ടിക്കുമ്പോൾ ചെരിഞ്ഞിരിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ചെരിച്ച് രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഷേപ്പ് കണ്ടോ, ഈ ഷേപ്പിൽ നമുക്ക് എടുക്കണം. ആ ഷേപ്പിൽ എടുത്തതിന് ശേഷം ഷേപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് സൈഡും അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് നമ്മുടെ കാൽഭാഗം അതേപോലെ തന്നെ ചെരിച്ച് കട്ട് ചെയ്താലേ ഇങ്ങനെ ചെരിഞ്ഞിതാണ്ടോ, രണ്ടും കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടോ, അങ്ങനെ ചെരിഞ്ഞ് നിൽക്കത്തുള്ളൂ. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ കാലിൽ ഇത് സ്ക്രൂ ചെയ്യുന്ന ഭാഗം അതേപോലെ തന്നെ എടുക്കുക, കട്ട് ചെയ്ത് ബോക്സ് എടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ ഞാൻ ഇട്ടേക്കുന്ന എന്താണ് സംഭവം അല്ലോ, അതിന് മുമ്പ് വേറെ സാധനം കാണിക്കാൻ പോകും. ഇതിൻ്റെ കണ്ടോ, നമ്മുടെ പട്ട ഇരിക്കുന്നുണ്ടോ, ഈ പട്ടയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പട്ട ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഫ്ലൈവുഡ് തന്നെ ചെയ്യും വള്ളിപ്പോയാനെ, ഉറപ്പായിട്ടും വള്ളിയാനെ. ഞാനത് നോക്കിയിട്ടില്ല വള്ളു ഇല്ലയോ എന്ന്. പിന്നെ ഒരു സേഫ്റ്റിക്ക് പിന്നെ രണ്ടാമത് അതിൻ്റെ പുറകെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഫ്ലൈവുഡ് നമ്മുടെ പട്ട അങ്ങ് വെച്ചത്. പിന്നെ ഈ ഫ്ലൈവുഡിൻ്റെ കനം കണ്ടോ, ഈ കനത്തിൽ തന്നെ ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ച് ഞാൻ ഇച്ചിരി ഒരു കനം വരുത്തിയിട്ടുണ്ട് കണ്ടോ. കാരണം ഒരു കാണുമ്പോൾ ഒരു ഗെറ്റപ്പ് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത്രേ ഉള്ളൂ പറയാം. പിന്നെ നമ്മുടെ ഇതിൽ ഇട്ടേക്കുന്ന ഈ സാധനമൊക്കെ ഉറപ്പിച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതാദ്യം ഫ്ലഷ് ക്യൂക്ക് വെച്ച് ഞാനിത് ഒട്ടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനൊരു എൽ ഷേപ്പിൽ ഞാനൊരു കമ്പി ഇവിടെ വെച്ചിട്ടുണ്ട്. കമ്പി വെച്ചതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ ടിങ്കർ പേസ്റ്റ് മൊത്തം തേച്ച് സെറ്റാക്കി നല്ല കനത്തിൽ വെച്ചേക്കുവാണ്. കാരണം ടിങ്കർ പേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് പോകുന്നതല്ല, നല്ല ബലമാണ്. ഒന്ന് ആന പിടിച്ചാൽ ചിലപ്പോൾ പോകുമായിരിക്കും കേട്ടോ. മനുഷ്യൻ പിടിച്ചു കഴിഞ്ഞാൽ പോകത്തില്ല എന്തായാലും, അതുറപ്പാണ്. അതേപോലെ രണ്ട് സൈഡും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും അതേപോലെ കേട്ടോ. ഇവിടെ അതേപോലെ തന്നെ എൽ ഷേപ്പിൽ അകത്ത് ഇപ്പുറ സൈഡിൽ വെച്ചിട്ടുണ്ട്. കാണത്തില്ല, ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ വലിയ ബലമൊന്നും വരണ്ടല്ലോ. ഞാൻ പൊട്ടിയിട്ട് ഇച്ചിരി കനമാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ.
രണ്ട് സൈഡ് നമുക്ക് ബലം ഇതിലല്ലേ കൂടുതലും വെയിറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഇത് പിടിക്കുന്നത് ഇവിടെയും ഈ ജോയിൻറ്റിൻ്റെ ഈ ഭാഗത്തുമായിട്ടാണ് നല്ല വെയിറ്റ് വരുന്നത്. അത് കാരണം കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടേ നമ്മുടെ മേൽഭാഗം മൊത്തം നമ്മൾ ടിങ്കർ പേസ്റ്റ് ഇട്ട് മൊത്തം സെറ്റാക്കിയേക്കാണ്. ടിങ്കർ പേസ്റ്റ് ഇട്ടിട്ട് നമ്മളത് വെള്ളം ഇട്ട് പിടിച്ച് മൊത്തം ഷേപ്പാക്കി ഇതുണ്ടോ നല്ല നല്ല ഫിനിഷിങ് ആകണ്ട. അറിയുമോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ പറയുമോ ഈ സംഭവം ഇത് നമ്മുടെ ഒറിജിനൽ സ്പോയിലർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പോയിലർ ഇരിക്കുന്നത്. കണ്ടോ നല്ല പക്കാ ഫിനിഷിങ് ആണ്, പക്കാ ഫിനിഷിങ്. നമ്മുടെ അതിട്ട് കഴിഞ്ഞിട്ട് പുട്ടിയിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ MC പുട്ടിയും കൂടി ഇതിൻ്റെ മണ്ടയ്ക്ക് ഇടണം കേട്ടോ. അതുകൂടി കിട്ടിയാൽ നല്ല ഫിനിഷിങ് ആകും. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പ്രൈമർ അടിച്ചിട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. നല്ല അടിപൊളിയല്ലേ കേട്ടോ. നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളൂ സംഭവം. ഇത് ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര പാടുള്ള കാര്യമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കാണുമല്ലോ, ഒത്തിരി സാധനം കാണുമല്ലോ, എന്നാ വേസ്റ്റായിട്ട് നിങ്ങളിപ്പം എന്തെങ്കിലും വീട്ടിൽ ഫർണിച്ചർ വർക്ക് എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫ്ലൈവുഡൊക്കെ ഇഷ്ടം പോലെ വേസ്റ്റ് വരുമല്ലോ. അപ്പം അത് വെച്ച് നേരെ ഇതങ്ങ് ഉണ്ടാക്കിയാൽ മതി. അപ്പം പറഞ്ഞു തരുന്നത് എന്തുവാ, നിങ്ങളുടെ പൈസയും ലാഭമാവും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഈ ഒരു സംഭവം കട്ട് ചെയ്യുന്നത് നമ്മുടെ കട്ടിംഗ് മെഷീനിലാണ്. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ നിങ്ങളുടെ കൈ ഒന്നും പോകരുത്, സൂക്ഷിച്ച് വേണം അത് ചെയ്യാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്പോയിലർ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സ്പോയിലർ സെറ്റ് ചെയ്യാനായിട്ട് സ്ക്രൂ ഇതാണ്ട് അപ്പുറം ഇപ്പുറം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടേപ്പ് ഒട്ടിച്ചേക്കുന്നത് നമ്മുടെ വണ്ടി വൈബ്രേഷൻ അടിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ആ ഒരു ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത്. നമുക്കത് ഊരിയിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്പോയിലർ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഒരു ചെറിയൊരു സാധനം കൂടി കാണിക്കാനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, ഇത് കണ്ടിട്ട് എന്നാ സാധനമൊന്നുമില്ല, ഒരു പിടിയുണ്ടോ, സൂക്ഷിച്ച് നോക്കി. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ സാധനം? നിങ്ങൾക്കിത് കണ്ടിട്ട് വല്ല മനസ്സിലാവുന്നുണ്ടോ എന്ത് സാധനമാണ്, എന്ത് വെച്ചാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്? ഇല്ലെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്യൂബ് ലൈറ്റ് അല്ലേ, പോയ ഒരു ട്യൂബ് ലൈറ്റ് എടുത്തിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസും കൂടെ നമുക്ക് എന്തൊക്കെ സാധനം ഉണ്ടാക്കാമെന്ന് കണ്ടോ നിങ്ങൾ. ഇതുപോലെ ഇപ്പോൾ ട്യൂബ് ലൈറ്റ് പോയതൊക്കെ നിങ്ങളൊക്കെ എടുത്ത് കളയൊക്കെ ആയിരിക്കും. അപ്പം ഇതേപോലെ മേളിൽ വെക്കണമെങ്കിൽ ഈ ഒരു സാധനം കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു സാധനം കണ്ടോ, ഇത് നമ്മുടെ ഇരുമ്പ് സ്ക്വയർ പൈപ്പാണ്. അത് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് വളച്ചെടുത്ത് വെൽഡ് ചെയ്ത് സെറ്റാക്കി. അതേപോലെ തന്നെ MC പൂട്ടിയാക്കിയിട്ട് നമ്മൾ നല്ല ഫിനിഷിങ് ആക്കി എടുത്തു. നമ്മുടെ ട്യൂബ് ലൈറ്റും കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഗുണം വന്നാണ്ടോ, പോയ ട്യൂബ് ലൈറ്റൊക്കെ ഇനി ആരും കളയാതിരിക്കുക. ഇങ്ങനെയൊക്കെ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെ വെക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ രണ്ട് സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന കാരണം കൊണ്ട് ഇത് നിങ്ങളെനിക്ക് കറക്റ്റായിട്ട് കാണിക്കും. ഇത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ആംഗിൾ ഇങ്ങനെ എടുക്കുക, രണ്ടെണ്ണം എടുക്കുക, പിന്നെ നമ്മുടെ ട്യൂബ് ലൈറ്റ് വെക്കുക, പിന്നെ ടേപ്പ് ഒട്ടിച്ച് ഞാനിങ്ങനെ എടുത്തേക്കും. പക്ഷേ ടേപ്പ് ഒട്ടിച്ച് അത്ര അറിയത്തില്ല. അപ്പോൾ നമ്മുടെ സംഭവം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സ്പോയിലർ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്പോയിലർ നമ്മുടെ നടുക്ക്, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് അതിൻ്റെ പേര് ഞാൻ പറയാതെ. രണ്ട് സാധനം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ ഉണ്ടാക്കാനുള്ളവർ ഉണ്ടാക്കി തുടങ്ങും. ഓക്കെ, അപ്പോൾ ഞാൻ മെയിനായിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ കട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുക, നിങ്ങളുടെ കൈയൊന്നും മുറിയല്ലേ, അത് ഞാൻ ഒന്നുകൂടി ഞാൻ പറയുവാണ്. പിന്നെ അവസാനം എൻ്റെ കുറ്റമായില്ല, ഞാൻ ചെയ്യുന്നത് കണ്ടുകൊണ്ട് പിന്നെ കൈ മുറിഞ്ഞാണ് അങ്ങനെയൊന്നും വരല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം സൂക്ഷിച്ച് അതൊക്കെ ചെയ്യുക. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.